മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രം ആരാ? നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് ആരോടാ? ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക് ആണോ? നമുക്ക് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക്, കൂട്ടുകാർക്ക്. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരോട് 4 പേരോട് പറയില്ലേ? പറയില്ലോ? നമ്മളവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കോ? നീ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ വേലക്കാരിയുമായി കിടപ്പറവ് കിട്ടും. അറിയാതെ ഭാര്യ അത് കാണാൻ ഇടയായി. ഭാര്യ വാതിലിന് മോളിൽ നിന്നിട്ട് അള്ളാഹു അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ആ സമയത്ത് നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാർ വിളിച്ചു പറയും. നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ നിന്നോട് വിളിച്ചു പറയും. പക്ഷേ ഒരു നീ തെറ്റ് ചെയ്താൽ ആദ്യം കാണുന്നടാരാ? കണ്ണനരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന അള്ളയല്ലേ കണ്ടത്? അള്ള കണ്ടിട്ടല്ലേ ഭാര്യ കണ്ടത്? അള്ള കണ്ടിട്ടല്ലേ കൂട്ടുകാര് കണ്ടത്? പക്ഷെ അള്ള കണ്ടിട്ടും അള്ളയത് വെളിവാക്കിയില്ലല്ലോ. അവനാ തെറ്റിനെ ആരും അറിയാതെ മറച്ചു വെച്ചു. അല്ലേ? കാരണം എന്താ? ഇന്ന റബ്ബീ കരീബും വദൂദ്. എന്റെ റബ്ബ് ഏറ്റവും അടുത്തവനാണെങ്കിലും വദൂദ്, അവൻ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവനാ. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ. അപ്പോ ശത്രുവിനെ വിട്ടിട്ട് മിത്രത്വം വാങ്ങിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിന്റെ ആദ്യത്തെ ശത്രു നഫ്സ്, അതിനെ പോരാടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്മാരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നഫ്സിനെ ഞാനെന്റെ വിഷയം പറ്റുന്ന പോലെ അവസാനിപ്പിക്കാം. അള്ളാഹു ആ ബോധം തരട്ടെ. കാരണമേടാ ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹുവിനാ. ഈ ശത്രുവിനെ വിട്ടാൽ കിട്ടുന്നത് മിത്രത്തെയല്ലേ? ആ മിത്രം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കുന്നത് എന്തിനാ? തലയും കുലിക്കുമെന്ന് ആരപ്പടയെ ചെറിയ ഒരു കല്ലുകൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാഹ്? അവനല്ലേ കൂടെയുള്ളത്? പിന്നെ ആരെ പേടിക്കാനാ? പിന്നെ ഏത് സുരേഷ് ഗോപി വന്നാലുണ്ട്, അവന്റെ അപ്പൂപ്പ വന്നാലുണ്ട്, എടാ മോനെ പിന്നെ ആര് വന്നാലുണ്ട്? ആരാ കൂടെയുള്ളത്? അബ്രഹത്തിന്റെ ആനപ്പടയെ ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാഹ്? ആനപ്പടയും അബ്രഹത്തും ഓടിയപ്പോ മക്കയിലെ കൊച്ചുകുട്ടികള് ആനപ്പടയെ നോക്കിയിട്ട് കളിയാക്കി പാടിയില്ലേ? അയിനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലരനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. ചരിത്രത്തിൽ കാണാം, അബ്രഹത്തിന്റെ ആനപ്പട ആകാശത്തുനിന്ന് വെട്ടുകിളി എറിഞ്ഞ കല്ലുകൊണ്ട് ഓടുകയാണ്. ആനയെ എറിഞ്ഞോടിച്ചതാരാ? വെട്ടുകിളിയുടെ കയ്യിലിരുന്നിട്ട് അലം തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജൽ കൈദഹു ഫീ തദ്ലീൽ വഅർസല അലൈഹിം. എന്തിനെന്നറിയ എനിക്കറിയാഞ്ഞിട്ടില്ല. ഈ വെറുതെ ഇരിക്കണ്ട. ഈ തൊയ്റൻ അമാബി നോദിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. തൊയ്റൻ അമാബി നോദിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. അപ്പൊ ചുമ്മാ ഇരിക്കണ സമയത്ത് ഇത് ഓതിയാൽ മിസാൻ എന്ന ത്രാസിലേക്ക് ഇച്ചിരി നന്മ ഏതായാലും ഉണ്ടാവും. മർമ്മം നോക്കി പ്രയോഗിക്കുന്നവനാണ് അഭ്യാസി. ഇപ്പൊ ആഹാരമില്ലാതെ വേറെ ചിന്തയില്ലതാനും. ഈ സമയത്ത് ഓതിയാൽ അതിന് 8000 നന്മ കിട്ടും. തൊയ്റൻ അമാബി ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ആകാശത്തൂടെ പറക്കുന്ന ഈ വെള്ളിന് നാലിലൊന്ന് വലിപ്പമില്ലാത്ത വെട്ടുകിളിയുടെ വായിലൊതുങ്ങിയ കല്ല്. അപ്പൊ ആ കല്ലെത്ര ഉണ്ടാവും? വെട്ടുകിളി നകത്തി കല്ലത്തിന്റെ 4 ഉള്ളൂ. അപ്പൊ അതിന്റെ വായിലൊതുങ്ങുന്ന കല്ലെത്ര ഉണ്ടാവും? ആ കല്ല് താഴേക്ക് വന്നപ്പോ വൈക്കോൽ കൂട്ടം ചിതറുന്നത് പോലെ ചിതറിയോടി ആനപ്പട. ഈ ആനപ്പട ഓടുന്നത് കണ്ടപ്പോ മക്കയിലെ തെരുവ് കുട്ടികളെ കൈയടിച്ച് പാടിയതാണ് അയിനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലരനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. എന്തേ മുറിമൂക്കൻ രാജാവ് തോറ്റുപോയി. ഈ അബാബീലെറിഞ്ഞ കല്ല് അബ്രഹത്തിന്റെ മൂക്കിൽ വീണിട്ട് മൂക്ക് മുറിഞ്ഞുപോയി. അബ്രഹത്തിന്റെ മൂക്കിലാണ് വീണ് മൂക്ക് മുറിഞ്ഞു പോയി. അങ്ങനെയാണ് വല്ല അറന്നമൽ മഗ്ലൂബ്. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായതാണ്. അത് അബ്രഹത്താണ്. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അല്ലേ? ഖുർആൻ പറയാത്ത മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ്
അങ്ങനെ ഉണ്ടായത് എന്ന് നിങ്ങൾ വിചാരിച്ചോളി. നമ്മുടെ ഖുർആനല്ലേ, എന്താ അങ്ങനെ ആയിക്കൂടെ? മലയാളത്തില് KPSC നാടകം ഉണ്ടല്ലോ, നാരായണത്ത് ഭ്രാന്തൻ. എന്താ നാരായണത്ത് ഭ്രാന്തൻ? അത് നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങൾ മുഴുവൻ മുത്തക്കിങ്ങളാ. KPSC പഴയ നാടകമാണ് നാരായണത്ത് ഭ്രാന്തൻ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത്? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാനാർ ഫുട്ബോൾ ഗ്രൗണ്ടില് KPSC നാടകം. നാരായണത്ത് ഭ്രാന്തൻ, കല്ലിയങ്കാട്ട് നീലി, പിന്നെ പറഞ്ഞോണ്ടല്ലോ നമ്മുടെ താഴെപ്പുഴയൊക്കെ കണ്ടിട്ട് നമ്മുടെ അയലോക്കക്കാരൻ, നിങ്ങളെ അയലോക്കക്കാരാ. അപ്പോ അന്ന് ഞാനത് പോയി നാരായണത്ത് ഭ്രാന്തൻ കണ്ടു. എന്താ നാരായണത്ത്? ഇത് നോക്ക് കുട്ടികളെ, ഈ ഇരിക്കുന്ന ആഫ്രിക്കനായ കുട്ടികൾ പഠിക്കുന്നത് മരിക്കാൻ ഓതാനുള്ള കിതാബാന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇത് വെക്കുമ്പോ മുത്താനും എടുക്കുമ്പോ പിന്നെ 3 പ്രാവശ്യം മുറിച്ചു മുത്താനും അല്ല. ഈ സാധനം KPSC നാരായണത്ത് ഭ്രാന്തൻ. ഞാനൊരു ഒരു 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 ഗവേഷണത്തിന്റെ വാതിൽ തുറന്നു തരികയാണ്. ഒരു വാതിൽ തുറക്കണം, ഇവിടെ നിങ്ങൾ കടന്നു നോക്കിക്കൊള്ളുക. നാരായണത്ത് ഭ്രാന്തൻ ആരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലോട്ട് കല്ല് ഉരുട്ടിക്കയറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നേരം ചവിട്ടി കയറ്റിയ കല്ല് അവിടെ ഉരുട്ടി താഴോട്ട് വിട്ടിട്ട് ഇടിച്ചിരിക്കും. ഇതല്ലേ നാരായണത്ത് ഭ്രാന്തൻ? ആണല്ലോ. അത് കണ്ടിട്ട് കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കഥാപാത്രം ഇല്ലെന്നാണ് കാളിദാസ് കൃഷ്ണൻ നായർ ചോദിച്ചത് അല്ലേ? എന്നാൽ മോനെ ഇത് എവിടെ നിന്നാ? ഖുർആൻ പറയുന്നുണ്ട്, വലാ തകൂനൂ കല്ലതീ നഖലത ഗസിലാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഹാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് വൈകുന്നേരം ആ നൂറ്റ നൂല് തിരിച്ചു കിടക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവാൻ പാടില്ല. മക്കയിലൊരു പെണ്ണുണ്ടായിരുന്നു, അവളുടെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചൂട്ടുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറക്കുക. അപ്പൊ നാരായണത്ത് ഭ്രാന്തൻ അവിടെ നിന്നായി. ചിന്തിക്കു കുട്ടികളെ. ഡൽഹി ശാസ്ത്ര കോൺഫറൻസിന്റെ പ്രബന്ധത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചത് പുഷ്പക വിമാനമാണ് ലോകത്തിലെ വിമാനത്തിന്റെ ആദ്യത്തെ റോൾ മോഡൽ. ഈ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ സർക്കാർ വാടകയ്ക്കെടുത്ത ആളുകൾ അവതരിപ്പിച്ചത് ലോകത്തിലെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് സഫാരി ഗണപതിയുടെ തലവെട്ടിട്ട് അതിന്റെ മുകളിൽ ഞാൻ നോക്കണമെന്നുണ്ടാ എന്റെ കാര്യം പറഞ്ഞു. എന്നാൽ വിവരമുള്ള മുഴുവൻ ഹിന്ദുക്കളും പറഞ്ഞു ഇത് ഭാരത ദർശനത്തെ അപമാനിച്ചു. സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പോലും പറഞ്ഞു ഇത് അന്ധവിശ്വാസജടിലും അബദ്ധജടിലും മിഥ്യാധാരണകൾ ശാസ്ത്രബോധം തൊട്ടുനിന്നിട്ടില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ. ഗണപതിയുടെ തലവെട്ടിട്ട് അതിന് മുകളിൽ ആനയുടെ തല വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. അർജുനനും സൂര്യപുത്രനായ കർണനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അസ്ത്രം കൂട്ടിയൊടിച്ചപ്പോഴാണ് ആദ്യത്തെ വൈദ്യുതി ഉണ്ടായത്. ഏത് മണ്ഡലത്തിലും പറഞ്ഞു ആരെങ്കിലും പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനമെന്ന്. അബ്ബാസ് ഇബ്നു സർഫറാസ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതിക്കൊണ്ടിരിക്കുമ്പോ അഫലം യറൗ ഇലത്തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബലന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ആകാശത്തിൽ പറക്കുന്നത്? മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. അത് പടച്ചറപ്പ് വീടാണ് പിടിച്ചു നിർത്തിയത് കൊണ്ടാ. അബ്ബാസ് ഇബ്നു സർഫറാസ് ചിന്തിച്ചു പക്ഷിക്ക് പറക്കാമെങ്കിൽ മനുഷ്യനെ പറഞ്ഞുകൂടാ. സൂറത്തുൽ മുൽക്കിന്റെ ആയത്തോതിയപ്പോ അദ്ദേഹം മുതുകത്തിലിന്റെ ചിറക് കെട്ടിവെച്ചിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പറക്കല് നടത്തി. 7 മിനിറ്റ് അദ്ദേഹം അന്തരീക്ഷത്തിലൂടെ പറന്ന് നടന്നു. സൂറത്തുൽ മുൽക്കിന്റെ ആയത്ത് കണ്ടപ്പോ തോന്നിയ ഗവേഷണമാണ്. പക്ഷേ പറക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ മറന്നുപോയി. ആ പറക്കല് വീണ് അദ്ദേഹം മരിച്ചുപോയി. അബ്ബാസ് ഇബ്നു സർഫറാസിന്റെ ആദ്യത്തെ പറക്കലാണ്. വിമാനം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പ്രേരകമായിടന്ന് റൈറ്റ് സഹോദരന്മാർ അവരുടെ ആത്മകഥയിൽ പച്ചവെള്ളം ചേർക്കാറ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആരെ നേട്ടോ? പറമോണിൽ ആരെ നേട്ടോ? ഖുർആൻ പുഷ്പകുമാരൻ. എന്റെ അതിനകത്ത് വിട്ടേക്കട്ടെ. അല്ലാഹു തൗഫീഖ്. നാളെ ഞാൻ തലച്ചറ പ്രസംഗിക്കരുത്. ഖുർആൻ സാധിച്ച വിപ്ലവം. ആയുർവേദം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനാണ്. ജനസംഖ്യാശാസ്ത്രം ആദ്യം പറഞ്ഞ ഖുർആനാണ്. ബയോളജി പറഞ്ഞ ഖുർആനാണ്. നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ലോകത്ത് പറഞ്ഞൊരു ഗ്രന്ഥം പറയണോ? ഇത്രയും നമ്മുടെ വിഷയമാണ്. വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ല. ഞാൻ ഉദാഹരണം പറയാം. നാളെ ഇതിന്റെ ബാക്കി ഞാൻ തലച്ചറ പറഞ്ഞിട്ടുണ്ട്. വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നോൺ വെജാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ് വെജ. അറ്റാക്ക് വരുമ്പോൾ ഡോക്ടർമാര് പറയും ആളെ ഇറച്ചി തിന്നുന്നത് നിർത്തണം, ഇനി പച്ചക്കറി തിന്നോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? പച്ചക്കറി.
ഇപ്പൊ പറയണ കാര്യം ഇനിയിപ്പോ ഇറച്ചി തന്നാ ജയിക്കില്ല. എന്താ വെജിറ്റേറിയൻ? ഏറ്റവും നല്ല ശരീരത്തിൽ നല്ല ഭക്ഷണം വെജിറ്റേറിയൻ ആണ്. പറയുമ്പോ ഖുർആൻ പറയാണ്, മൂസാ നബി ബനൂ ഇസ്രായേലിനെ കൊണ്ട് പോകവേ അവർക്ക് അല്ലാഹു മന്നും സെൽവയും ഇറക്കി കൊടുത്തു. എന്താ മന്നും സെൽവ? മാ തറഞ്ചബീനു വതൈറു സുമാന. കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനുമാണ്. ഇറച്ചിയും തേനും മുക്കി തിന്നപ്പോ നന്ദി കെട്ട ബനൂ ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോൺ വെജിന്റെ ഭക്ഷണം വേണ്ട. മൂസാ നബിയേ, മൂസാ നബിയേ, മിൻ ബഖരിഹാവ കിസായിഹാവ ഭൂമിഹാവ അദസിഹാവ ബസലിഹ. ഇനി ഞങ്ങൾക്ക് പയറുമണിയും ഗോതമ്പ് സവാളയും പച്ചക്കറിയും മതി. ആ സമയത്ത് നോൺ വെച്ച് കൊടുത്തപ്പം വെച്ച് മതി എന്ന് പറഞ്ഞ ബനൂ ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, അത്തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നിട്ട് ഏറ്റവും ലോക്കൽ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ? അപ്പൊ ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ? തിരിച്ചു പറഞ്ഞാൽ ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ? നോൺ വെജാണ്. ഏറ്റവും താഴ്ന്ന ഭക്ഷണം ഏതാ? വെജാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പച്ചക്കറി അടിക്കാൻ പറഞ്ഞേണ്ട, അത് ഇപ്പോഴത്തെ കോഴി കടിക്കരുതെന്നാണ്. ഇപ്പോഴത്തെ കോഴി 40 ദിവസം കൊണ്ട് അതിന്റെ പ്രസവം കഴിയും, പെട്ടനീക്കലും കഴിയും, 40 ദിവസം കൊണ്ട് പ്രായപൂർത്തിയാവുകയും ചെയ്യും, നമ്മുടെ വയറ്റിലാവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഹോർമോണ്. എന്നാൽ നല്ല നാടൻ കോഴി വെച്ച് ഉപ്പാപ്പായിരിക്കും നോക്ക്. കാരണം എന്താ? ഇത് ചിരിക്കാനല്ല കുട്ടികളെ, ഖുർആൻ പഠിക്ക്. ചെറുപ്പക്കാരെ ധാരണ എന്താ? ഇതേതോ പഠനം വരുന്ന മൂലയാരും മുക്കറി ഓതാൻ പോയതാണ്. അല്ല മോനെ, ഇത് ശാസ്ത്ര ഗ്രന്ഥമാണ്. നാളെ തലച്ചറിയിൽ അതാണ് വിഷയം. അള്ളാഹു ബോധം തരട്ടെ. ഞാനെല്ലാം പറഞ്ഞേനെ. എത്ര ശാസ്ത്രങ്ങൾ. നമ്മൾ ലോകത്തെ കുറിച്ച് പറയുമ്പോ 120 കോടി. ഇന്ത്യ ജനസംഖ്യ 120 കോടി. ക്രിസ്ത്യൻ ഒരു രാജ്യത്ത് അറിയുന്നത് ജനസംഖ്യയുടെ പേരിൽ. പെണ്ണുങ്ങളെ അല്പം ക്ഷമിക്കാൻ പാകു പറയാം. മുത്തല്യങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇവരെന്താ പഠിക്കണമെന്ന് ഇവര് തന്നെ അറിയില്ല. എന്റെ പൊന്നു മോനെ, എന്താ എന്നെ പോലെ പറഞ്ഞ ജനസംഖ്യ 120 കോടി. ഇപ്പോഴും നിങ്ങൾ പച്ചക്കറി കടക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി. പച്ചക്കറി കഴിഞ്ഞ് പരച്ചക്കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോ തിരുവനന്തപുരത്തെത്തി. ഇങ്ങോട്ട് നോക്കി. യഥാർത്ഥത്തിൽ ജനസംഖ്യയാണ് ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടി. നമ്മുടെ ശശികല ടീച്ചർ പ്രസംഗിച്ചത് അവിടെയാണ്. ശശികല ടീച്ചർ പറഞ്ഞു, ഖദീജ 10 പറയുമ്പോ കൗസല്യ കല്യാണി 1 പറക്കുന്നുള്ളൂ. അതുകൊണ്ട് കല്യാണി 10 പറയണം. എന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും, ന്യൂനപക്ഷമായി ഹിന്ദുക്കൾ ഒലിച്ചു പോകുന്നതാണ്. ശശികല ലോകത്തെ ഏറ്റവും വലിയ കള്ളം പറഞ്ഞു. ശശികല പറഞ്ഞ പച്ചക്കള്ളം. ശശികല പറഞ്ഞ പച്ചക്കള്ളമാണ്. കാരണം കല്യാണി ഖദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ. ഇനി മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. പച്ചക്കള്ളമാണ്. കല്യാണി 10 പെറ്റാൽ പോലും ഇനി ഖദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ. എന്നാലും ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ 652 വർഷം വേണം. ആ തോതിൽ പെട്ടാൽ, ഈ തോതിൽ കല്യാണി 4 ഖദീജ 10 വെച്ച് പെട്ടാൽ പോലും ഈ ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ 652 വർഷം പറയണം. എന്തിനാണ് ഈ പാവങ്ങളെ പറഞ്ഞു? എന്താ പറഞ്ഞു? നീരൊക്കെ കെട്ടിട്ട് അന്തം വിട്ട് അന്താലിച്ചേക്കാൻ എന്തിനാ? ഈ മതേതരത്തെ തകർക്കാനുള്ള നന്മയുടെ ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ ജീവിച്ച ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ചിന്തയെ തിരിച്ചറിയാൻ എന്റെ മറുപടി പറയുന്നത് കുറച്ച് അനുഭവ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ജനസംഖ്യ പറഞ്ഞ ശാസ്ത്രവേദ യൂനുസ് നബിയെ നീനവായിലേക്ക് പറഞ്ഞു വിടവേ യൂനുസ് നബിയെ പറഞ്ഞു വിട്ടത് 1 ലക്ഷം വരുന്ന ജനസംഖ്യയിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇതറിയാത്തതിൽ ഉംറവിസക്കാരനുണ്ട്. 100,000 1 ലക്ഷം. നീനവയിലെ ജനസംഖ്യ 1 ലക്ഷം. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. ഈ ഖുർആൻ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചത്.